എല്ലാവരും ലാപ്ടോപ്പ് ഉപയോഗിക്കുന്ന ആൾക്കാരാണ് അല്ലേ? അപ്പോൾ നമ്മുടെ ലാപ്ടോപ്പിന്റെ ഹാർഡ് ഡിസ്ക് പോയാൽ, അല്ലെങ്കിൽ നമുക്ക് മോർ GB ഉള്ള ഹാർഡ് ഡിസ്ക് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ നമ്മൾ പല ആൾക്കാരും എന്താ ചെയ്യാറുള്ളത്? നമ്മൾ കടയിലാണ് കൊണ്ടുവന്ന് കൊടുക്കാറുള്ളത്. എന്നാൽ ഈ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇനി കടയിൽ പോകേണ്ടേ ആവശ്യമില്ല. നമുക്ക് എങ്ങനെ ഹാർഡ് ഡിസ്ക് ഫിക്സ് ചെയ്യാന്നുള്ളതാണ് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഒരു ലാപ്ടോപ്പ് എടുത്ത് അതിന്റെ ഹാർഡ് ഡിസ്ക് ചേഞ്ച് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഈ ലാപ്ടോപ്പിൽ നിങ്ങൾ കണ്ടില്ലേ, ഇത്രയും സ്ക്രൂസ് അയച്ചാൽ മാത്രമാണ് നമുക്ക് ഹാർഡ് ഡിസ്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. എന്നാൽ മറ്റ് ചില ലാപ്ടോപ്പിന്റെ ഇത്രയും ഭാഗത്ത് സ്ക്രൂസ് അയച്ചാൽ നമുക്ക് ഹാർഡ് ഡിസ്ക് ചേഞ്ച് ആക്കാൻ പറ്റും. ഇവിടെ ഹാർഡ് ഡിസ്കിന്റെ സിമ്പിൾ കണ്ടില്ലേ? അപ്പോൾ ഇത്രയും പോർഷനിലെ സ്ക്രൂസ് അയച്ചാൽ നമുക്ക് ഹാർഡ് ഡിസ്ക് ചേഞ്ച് ആക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഹാർഡ് ഡിസ്ക് ഈ ലാപ്ടോപ്പിൽ എങ്ങനെ ചേഞ്ച് ചെയ്യാമെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് നമുക്കൊരു സ്ക്രൂ ഡ്രൈവർ മാത്രം മതി. അപ്പോൾ ഇവിടുത്തെ സ്ക്രൂ ഡ്രൈവർ നമ്മൾ കാണും. എല്ലാ സ്ക്രൂസും അയക്കാം നമുക്ക്. അയച്ചിട്ടുണ്ട്. സ്ക്രൂസ് എല്ലാം സൂക്ഷിച്ച് വെച്ചോടെ നമുക്ക് തിരിച്ച് ഫിക്സ് ചെയ്യാൻ വേണ്ടതാണ്. ഇപ്പൊ ഏകദേശം എല്ലാ സ്ക്രൂസും പോയിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇത് അയക്കാം. അപ്പൊ നമ്മൾ സ്ക്രൂസ് എല്ലാം അയച്ചു മാറ്റി. ഇനി നമുക്ക് ഇതിന്റെ CD ഡ്രൈവ് അയച്ചു മാറ്റാം. ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ ലാപ്ടോപ്പിന്റെ ബോഡി ഒരു കോർണറിൽ നിന്ന് റിമൂവ് ചെയ്യുക എന്നുള്ളതാണ്. കെയർഫുൾ ആയിട്ട് റിമൂവ് ചെയ്യണം. ഒരു ലോക്ക് ക്ലിപ്പ് ഉണ്ട്. അപ്പോൾ കെയർഫുൾ ആയിട്ട് റിമൂവ് ചെയ്യുക. അപ്പൊ ഇതാണ് ഇപ്പൊ ഇരിക്കുന്ന സീഗേറ്റിന്റെ ഹാർഡ് ഡിസ്ക്. അപ്പൊ ഇതാണ് നമ്മൾ ചേഞ്ച് ചെയ്യാൻ പോകുന്ന ഹാർഡ് ഡിസ്ക്. അപ്പൊ നമ്മൾ എന്തായാലും ഒന്ന് ഓപ്പൺ ആക്കി നോക്കിയല്ലേ, അപ്പൊ നമുക്ക് എന്തായാലും എല്ലാരെയും പരിചയപ്പെട്ടിട്ട് പോവാം. ഇത് ഹാർഡ് ഡിസ്ക്, ഇതിന്റെ ബാറ്ററി, പിന്നെ ഇത് ഹീറ്റ് സിങ്ക് വിത്ത് കൂളിംഗ് ഫാൻ, പിന്നെ ഇതിന്റെ മദർ ബോർഡാണ്. അപ്പോൾ നമുക്ക് ഹാർഡ് ഡിസ്കിന്റെ സ്ക്രൂസ് എല്ലാം അയച്ചു മാറ്റി നമുക്ക് ഹാർഡ് ഡിസ്കിനെ ചേഞ്ച് ആക്കാൻ നോക്കാം. ഹാർഡ് ഡിസ്ക് എടുത്ത് നമുക്ക് ഇതിന്റെ കണക്ടർ റിമൂവ് ചെയ്യാം. അപ്പൊ ഇതാണ് നമ്മുടെ ഹാർഡ് ഡിസ്ക്. അപ്പൊ നമുക്ക് ഇത് ചേഞ്ച് ആക്കി വേറൊരു പുതിയ ഹാർഡ് ഡിസ്ക് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഫിക്സ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ ഹാർഡ് ഡിസ്ക് നമ്മൾ ഇതിൻ്റെ അകത്ത് ഫിക്സ് ആക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഫിക്സ് ആക്കാം. അപ്പോൾ പഴയ ഹാർഡ് ഡിസ്കിന് ഒരു ഫ്രെയിം ഉണ്ട്, അത് അയച്ച് നമുക്ക് പുതിയ ഹാർഡ് ഡിസ്ക് ഇട്ട് ഫിക്സ് ആക്കാം. അപ്പോൾ നമ്മൾ ഫ്രെയിം ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഹാർഡ് ഡിസ്ക് ഫിക്സ് ചെയ്യാം. നമ്മൾ പഴയ ഹാർഡ് ഡിസ്ക് എടുത്ത പോലെ തന്നെ നമുക്ക് പുതിയ ഹാർഡ് ഡിസ്ക് തിരിച്ച് ഫിക്സ് ചെയ്യാം. അപ്പോൾ ഈ കണക്ടർ കണ്ടില്ലേ,
കണക്ടർ നമുക്ക് ഇതിട്ട് അതിലെ കണക്ട് ചെയ്യാം. അപ്പം നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് ഫിക്സ് ചെയ്യാം. നമുക്ക് സ്ക്രൂ ചെയ്ത് ഇത് ടൈറ്റ് ആക്കാം. അപ്പൊ നമുക്ക് ഇതിന്റെ ബാക്ക് കവർ എടുത്ത് ഫിക്സ് ചെയ്യാം. അപ്പൊ നമ്മുടെ ഹാർഡ് ഡിസ്ക് എല്ലാം ചേഞ്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ബാക്ക് കവർ എല്ലാം ഫിക്സ് ചെയ്തിട്ട് നമുക്ക് ഓൺ ആക്കി നോക്കാം. ഇവിടെ 4 വശത്തായിട്ട് നമുക്ക് അമക്കി കൊടുക്കാം ലോക്ക് വീഴാനായിട്ട്. ഇനി നമുക്ക് നമ്മൾ എടുത്ത CD ഡ്രൈവ് തിരിച്ചു വെക്കാം. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്, നമ്മൾ ഊരിയെടുത്ത സ്ക്രൂസ് ചെയ്യും, അതെല്ലാം നമുക്ക് തിരിച്ച് ഫിക്സ് ചെയ്യാം. അപ്പൊ നമ്മൾ സ്ക്രൂസ് എല്ലാം ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് ഓൺ ചെയ്ത് നോക്കാം. അപ്പൊ ഇനി ഈ കമ്പ്യൂട്ടറിനകത്ത് നമുക്ക് വിൻഡോസ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പൊ അതെല്ലാം എൻ്റെ വീഡിയോസിനകത്ത് ഉണ്ടാവും. നിങ്ങൾ എൻ്റെ ചാനലിനകത്ത് നോക്കിയാലും മതി. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.